നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ അഹങ്കാരത്തോടു കൂടി തന്നെ പറയുന്ന കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന ഗുരുതരമായിട്ടുള്ള പല അനാസ്ഥകളും പല ചോദ്യങ്ങളുമാണ് ഉയർത്തുന്നത്. രോഗിയുടെ വയറ്റിൽ തന്നെ ഒരു ഓപ്പറേഷൻ ഉപകരണം മറന്നു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ സമയത്ത് ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. കാരണം അത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഒരു മുതിർന്ന ഡോക്ടർ അതിനെക്കുറിച്ച് പ്രതികരിച്ചതോ നമ്മളെ ഞെട്ടിച്ചു. കാരണം 5 ദിവസമല്ല, 5 വർഷമോ 50 വർഷമോ അത് വയറിനുള്ളിലിരുന്നാലും പേടിക്കാനൊന്നുമില്ല എന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ആ ഒരു സ്ത്രീ, ആ ഒരു യുവതി, അവർ അനുഭവിച്ചിട്ടുള്ളത് കഠിനമായിട്ടുള്ള വേദനയായിരുന്നു. ഏതായാലും ആ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ടൊക്കെ തേടിയ അവസരത്തിൽ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒരു 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കൊച്ചുകുഞ്ഞ് മരിച്ച സംഭവത്തിലും ഡോക്ടർമാർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുന്നത്. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതിന് പിന്നിൽ അവർ ഒരുപാട് കാരണങ്ങളാണ് പറയുന്നത്. കാരണം ഈ ഒരു കുത്തിവയ്പ്പ്, കുഞ്ഞിനെ വയ്യാതെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുത്തിവയ്പ്പ് എടുത്തതിന് പിന്നാലെ കുട്ടിയുടെ നില വഷളായെന്നും മരണം മറച്ചുവെക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചെന്നാണ് പിതാവ് സിദ്ദിഖ് ആരോപിക്കുന്നത്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ച കുട്ടി നെബുലൈസേഷന് ശേഷം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2 കുത്തിവയ്പ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി നൽകിയതോടെ കുട്ടിയുടെ മുഖം കോടിപ്പോവുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. അത് ആ രക്ഷിതാക്കൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ നില വഷളായി. 40 മിനിറ്റോളമാണ് മാതാപിതാക്കളെ പുറത്തു നിർത്തിയത്. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ കൂടെ കയറാൻ അനുവദിച്ചില്ലെന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായി പറഞ്ഞില്ലെന്നാണ് പിതാവായിട്ടുള്ള സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുട്ടി നേരത്തെ മരിച്ചിരുന്നതായാണ് അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചത്. അലർജി ടെസ്റ്റ് നടത്താതെ അഡ്രിനാലിൻ കുത്തിവയ്പ് നൽകിയതാണ് മരണകാരണമെന്നും കുടുംബം ആരോപിക്കുന്നു. കണ്ണിൽ തടിപ്പും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഐഷയെ 22 ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം ആര്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് അവിടെ എത്തി ആദ്യം നെബുലൈസേഷൻ ചികിത്സയാണ് നൽകിയത്. അതിനിടയ്ക്ക് വെള്ളവും മിഠായും വേണമെന്ന് അവൾ പറഞ്ഞു. ഞാൻ ക്യാൻറ്റീനിൽ പോയി അത് വാങ്ങി വന്നപ്പോൾ അവൾ നെബുലൈസേഷൻ കഴിഞ്ഞ് നന്നായി ഇരിക്കുകയായിരുന്നു. കൊണ്ടുവന്നപ്പോൾ ഹൃദയമിടിപ്പ് ഇത്തിരി കൂടുതലായിരുന്നു, അതും നോർമലായിരുന്നു. വെള്ളം കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുത്തിവയ്പ് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. ആദ്യം ഒരു കുത്തിവയ്പ് എടുത്തു, തൊട്ട് പിന്നാലെ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു കുത്തിവയ്പ് കൂടി എടുത്തു. അതോടെയാണ് കുഞ്ഞിൻ്റെ മുഖം പെട്ടെന്ന് ഒരു വശത്തേക്ക് കോടിപ്പോയത്. ശ്വാസം കിട്ടാത്തതുപോലെ എടുത്ത് വലിച്ചു. അതിനുശേഷം കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ഡോക്ടർമാരെത്തി CPR ഒക്കെ കൊടുത്തു. ഏതാണ്ട് 40 മിനിറ്റോളമാണ് തങ്ങളെ പുറത്ത് നിർത്തിയത്. ഒടുവിൽ തൻ്റെ അമ്മ ബഹളം വെച്ചപ്പോഴാണ് കുഞ്ഞിനെ കാണാൻ പോലും സമ്മതിച്ചത്. ഉടൻ അവരുടെ ആംബുലൻസിൽ കുഞ്ഞിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും പറഞ്ഞില്ല. താനും ഭാര്യയും ആംബുലൻസിൽ കയറിയപ്പോൾ ഇറക്കി വിട്ടു. കുഞ്ഞപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കാം. അത് മറയ്ക്കാനാവാം അങ്ങനെ ചെയ്തത്. അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് 1/2 മണിക്കൂറോളം അവിടെ മരുന്നുകൾ നൽകി. കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാണ് എത്തിച്ചതെന്നും അതിനിടയ്ക്ക് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. അതായത് കുഞ്ഞിനെ ഈ ആശുപത്രിയിൽ നിന്ന് അവിടേക്ക് വേറൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയം തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു. അത് മറയ്ക്കാനാണ് ആ അച്ഛനെയും അമ്മയും ആംബുലൻസിൽ കയറ്റാതിരുന്നത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ആ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. 12:30 ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അവളുടെ നില വഷളായതിനു ശേഷം ഏതാണ്ട് 40 മിനിറ്റോളം ആദ്യ ആശുപത്രിയിലെ ഡോക്ടർമാർ ഞങ്ങളോടൊന്നും പറയാതെ സമയം കളഞ്ഞതാണ് മരണത്തിന് ഇടയാക്കിയത്. ഞങ്ങൾ പറഞ്ഞ ആശുപത്രിയിലേക്കല്ല കുഞ്ഞിനെ എത്തിച്ചത്. ഡോക്ടർമാർ സ്വന്തമായി തീരുമാനമെടുക്കുകയായിരുന്നു. അഡ്രിനാലിൻ കുത്തിവയ്പ്പാണ് നൽകിയതെന്നാണ് എഴുതിയിരിക്കുന്നത്. അലർജി ടെസ്റ്റ് പോലും ചെയ്യാതെയാണ് കുട്ടിക്ക് അവർ കുത്തിവയ്പ്പ് നൽകിയതെന്നും പിതാവായിട്ടുള്ള സിദ്ദിഖ് പറയുന്നുണ്ട്. തങ്ങളുടെ അടുത്ത് പോലും പറയാതെയാണ് ആംബുലൻസിൽ കയറ്റിയത്. 2 ഡോക്ടർമാരും നഴ്സുമായിരുന്നു ആംബുലൻസിലുണ്ടായത്. ഞങ്ങളെ മോളുടെ കൂടെ കയറാൻ സമ്മതിച്ചില്ല. എവിടെ കൊണ്ടുപോകുന്നെന്ന് ചോദിച്ച് ബഹളം വെച്ചപ്പോൾ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടെ എത്തി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൊണ്ടുവന്നപ്പോഴേ മോൾ മരണപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞെന്നും സിദ്ദിഖ് വിശദമാക്കി. ഡോക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞിനെ ഒന്നും കടിച്ചിട്ടില്ലെന്നും ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ചക്കിപ്പാറ സ്വദേശിയാണ് സിദ്ദിഖ്. 18-നാണ് കുട്ടിക്ക് ശ്വാസതടസ്സത്തിനും കൺപോളയിലെ തടിപ്പിനും ആര്യനാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നത്.
ശിശുരോഗ വിദഗ്ധനെ കാണിക്കാനായി 19-ന് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വസ്ത്രങ്ങളുടെയോ ആഹാരത്തിന്റെയോ അലർജിയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കണ്ണാശുപത്രിയിൽ കാണിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് 20-ന് സ്വകാര്യ കണ്ണാശുപത്രിയിലും ചികിത്സ തേടി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 11-ന് വീട്ടിൽ വെച്ച് കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടായി. തളർച്ചയും ശ്വാസതടസ്സവും കൂടിയതോടെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശിശുരോഗ വിദഗ്ധൻ അവധിയിലായിരുന്നു. മറ്റൊരു ഡോക്ടറാണ് പരിശോധിച്ചത്. നെബുലൈസ് ചെയ്തതിനു ശേഷം കുത്തിവയ്പ്പുകൾ നൽകി. ഇതോടെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് കൂടി, ആരോഗ്യനില വഷളായി. ഈ ആശുപത്രിയിലെ 2 ഡോക്ടർമാരും സിദ്ദിഖിന്റെ മാതാവ് ജുനൈദ ബീവിയും ആംബുലൻസിൽ കുട്ടിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സിദ്ദിഖിന്റെ പരാതിയിൽ ആശുപത്രിയിൽ നിന്ന് ചികിത്സാ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് വിദഗ്ധ സംഘത്തിന് കൈമാറുമെന്നും ആര്യനാട് പോലീസ് പറഞ്ഞു. വെള്ളനാട് പുനലക്കൽ ചക്കിപ്പാറ ഷാനിമ മൻസിൽ സിദ്ദിഖ് ഫാസില ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയാണ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം മരിച്ചുവെന്ന പരാതിയിൽ ഇപ്പോൾ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ പാനൽ രേഖകൾ പരിശോധിച്ച ശേഷം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം തീരുമാനിക്കുമെന്നും ആര്യനാട് SHO പറഞ്ഞു. പോലീസ് സിദ്ദിഖിന്റെ മൊഴിയെടുത്തിരുന്നു. ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ഐഷ. അതേസമയം കുട്ടിക്ക് ജീവൻ രക്ഷാ മരുന്നുകളാണ് നൽകിയതെന്നും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ഡോക്ടർ പറഞ്ഞു. ശ്വാസം മുട്ടലിലെ ചികിത്സ തേടിയാണ് 11:38-ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. നെബുലൈസേഷൻ വിത്ത് ബ്യൂട്ടി കോട്ട് ആണ് നൽകിയത്. പിന്നീട് കുട്ടി കുഴഞ്ഞു വീഴുകയും ഹൃദയമിടിപ്പ് കുറയുകയും ചെയ്തപ്പോൾ അഡ്രിനാലിൻ കുത്തിവയ്പ് നൽകി. ഈ 2 മരുന്നുകളും ഒരിക്കലും കുട്ടിയുടെ മരണത്തിനിടയാക്കില്ല. 4-5 ദിവസം മുമ്പ് കുട്ടിക്ക് മുഖത്ത് നീര് കാരണം മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ കൊടുത്ത മരുന്നിന്റെ പാർശ്വഫലങ്ങൾ മൂലമാകാം നില വഷളായതെന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഡോക്ടർമാർ തങ്ങളുടെ ഭാഗം ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്നുള്ള മെഡിക്കൽ രേഖകളൊക്കെ തന്നെ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തുമ്പോഴായിരിക്കും ആരുടെ ഭാഗത്തുള്ള അനാസ്ഥ മൂലമാണ് കുഞ്ഞ് മരിക്കാനിടയായത് എന്നുള്ള ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് കൃത്യമായി തന്നെ അന്വേഷണം നടക്കണം. കാരണം ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പല ഗുരുതരമായിട്ടുള്ള അനാസ്ഥകളും ഇപ്പോൾ ജനം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, രോഗിക്കൊക്കെ തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള പരിശോധന, ഇതൊക്കെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനുള്ള ആ കുഞ്ഞിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനുള്ള ഉത്തരം വളരെ വേഗത്തിൽ തന്നെ കിട്ടട്ടെ.